വമ്പിച്ച ഭൂരിപക്ഷത്തോട് ഇത് വിജയിപ്പിച്ച് നിങ്ങളുടെ പ്രതിനിധിയായി ജില്ലാ ഡിവിഷനിലേക്ക് വിടണമെന്ന് ഞാൻ നിങ്ങളെ അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നം ഘടികാരം ക്ലോക്കാണ്. ആ ചിഹ്നത്തിലോട്ട് രേഖപ്പെടുത്തണം. ഈ അവിടുത്തെ വാർഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബിന്ദുവാണ്. സഖാ ബിന്ദുവാണ്. ബിന്ദുവും ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ഇവിടെ പേരൊന്നും വിളിക്കുന്നില്ല. എല്ലാവരും സ്ഥാനാർത്ഥികൾക്കും 3 പേർക്കും മാല ഇടണം. 3 പേർക്കും മാലയിട്ട് സ്വീകരിക്കുകയാണ്. പിന്നെ ബഹുമാനായ അധ്യക്ഷൻ, സ്നേഹമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി, എന്റെ സുഹൃത്തുകൂടിയായ NK അൻപുത്തൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി ബിന്ദു, സഹാക്കളെ, സുഹൃത്തുക്കളെ, ഒരു വലിയ പുസ്തകത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. വോട്ടഭ്യർത്ഥനയാണ് ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ അമ്പക്കുളം ഡിവിഷനിൽ മത്സരിക്കുന്ന ബ്ലോക്ക് ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയുവാനുള്ളത്. എന്നെ ജയിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് അയച്ചാൽ നിങ്ങളിൽ മുഴുവനായി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മുഴുവൻ സമയവും പൊതുജന സേവകനായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു തരികയാണ്. ഇവിടുത്തെ ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പരിപാടിയും നിങ്ങളോട് ആലോചിച്ചു ഒരു തീരുമാനം കൈക്കൊള്ളുന്നതെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഏതാണ്ട് 30-35 കൊല്ലക്കാലമായി പൊതുജനങ്ങളുടെ പ്രവർത്തിക്കുന്നതന്നെ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ നാട് മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങളുമായി നല്ല ബന്ധത്തിൽ പൊതുജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന NK അൻപുത്തനെയും ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ബിന്ദുവിനെയും അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുകയാണ്. നമുക്കറിയാം 4-4.5 വർഷക്കാലത്തെ PS ഗവൺമെന്റിന്റെ പ്രവർത്തനം, ജനകീയ മുന്നേറ്റം, വികസന പ്രവർത്തനങ്ങളുടെ ഒരു പന്താവ് തന്നെ തുറന്നിട്ടിരിക്കുകയാണ്. ഈ 4.5 വർഷക്കാലം കൊണ്ട് കാർഷിക മേഖലയിലെ ഒരു വിപ്ലവം, 1840 കോടി രൂപയുടെ സ്വാമിനാഥൻ കമ്മീഷന്റെ കാർഷിക പാക്കേജ് സംസ്ഥാന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിഹിതവും സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതവും ഒന്നിച്ചുണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, റാണി ചിത്രമാർത്താണ്ട CD ബ്ലോക്കുകൾ ടെൻഡറുകൾ കഴിഞ്ഞു. ഈ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന നെടുമുടി പഞ്ചായത്തിലെ പാടശേഖര ഉൾപ്പെടെ ടെൻഡറുകൾ കഴിഞ്ഞു. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം AC കനാലിന്റെ 26 കോടി രൂപയുടെ ടെൻഡർ നടക്കുവാൻ പോവുകയാണ്. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്? നമ്മൾ പരിശോധിക്കണം. ഇടതുപക്ഷ മുന്നണി PS ഗവൺമെന്റിന്റെ കരങ്ങളുടെ ശക്തിയാണ് കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 700 രൂപ നെല്ലുവിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ നെല്ലുവില 1300 രൂപയാണ്. കഴിഞ്ഞ മാസം ബഹുമാനായ മുഖ്യമന്ത്രി സിവിൽ സ്റ്റേഷനിൽ വന്ന് പാക്കേജിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പറഞ്ഞു 1300 രൂപ എന്നുള്ളത് ഞാൻ
1500 രൂപ ആക്കിയിട്ട് ഇറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട് ഇതുപോലുള്ള കർഷകരുടെ സാമ്പത്തിക നേട്ടം? പലിശയില്ലാത്ത ലോൺ സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി ഏത് കാലഘട്ടത്തിൽ കൃഷിക്കാരന് പലിശയില്ലാതെ ലോൺ കൊടുത്തിട്ടുണ്ട്? നമുക്കറിയാവുന്നതാണ്. ഇതിനു മുമ്പ് ആരും ചെയ്യാത്ത ഒരു വളർച്ചയുടെ വിപ്ലവമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം EMS ഭവന പദ്ധതി. എത്ര രൂപ? 5000 കോടി രൂപയുടെ ഭവന പദ്ധതി. 5 ലക്ഷം വീടുകൾ നിർമ്മിക്കുന്നു. 2 മുറിയും അടുക്കളയുമുള്ള വീട്. പാവപ്പെട്ടവനെ, ഇല്ലായ്മക്കാരന്, വെള്ളക്കുഴിയിൽ കിടക്കുന്നവൻ അത് കിട്ടിയാൽ വലിയൊരു സ്വർഗമാണ്, അവനതൊരു കൊട്ടാരമാണ്. മറ്റു പലരും ചോദിക്കും കുറച്ചുകൂടെ വലുത് വെക്കരുതെന്നു. മൈക്കിലൂടെ പ്രസംഗിക്കുന്നുണ്ട് 2 മുറിയും ചാർത്തും പോരാ, വലിയൊരു കെട്ടിടം വെച്ചു കൊടുക്കരുതെന്നു. ഏത് കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്? 4000 കോടി രൂപ പ്ലസ് 1000 കോടി രൂപ പലിശ, അങ്ങനെയുള്ള 5000 കോടി രൂപ മുഴുവൻ പണവും സൗജന്യമായി കൊടുക്കുന്നത്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓരോന്നോരോന്ന് എടുത്തു പറയുവാനുള്ള നേരമില്ല. നമുക്കറിയാം കർഷക തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനം, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നമുക്കറിയാം 13 ഐറ്റങ്ങളുണ്ട്. ഏത് കാലഘട്ടത്തിൽ ആർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്? മുൻകാലങ്ങളിലെ പോലെ പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കാലിയായ ഒരു ഖജനാവാണ് VS-ന്റെ കയ്യിൽ കൊടുത്തിരുന്നത്. അന്നൊക്കെ ചോദിച്ച് എങ്ങനെ ഇടതുപക്ഷ മുന്നണി ഭരണം കൊണ്ടുപോകുമെന്ന്, എങ്ങനെ പണമുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. UDF അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നും ടാക്സായി കിട്ടാനുള്ള പണം കുടിശ്ശിക കിടന്നത് ബഹുമാന്യനായ തോമസ് ഐസക്ക്, നമ്മുടെ ധനകാര്യമന്ത്രി, നിയമ നടപടി സ്വീകരിച്ച കോടിക്കണക്കിന് രൂപ ഖജനാവിൽ പണമുണ്ടാക്കി സംസ്ഥാനത്തെ പിടിച്ചു നിർത്തി കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ കഴിഞ്ഞു. ഏത് കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്? ഇതുപോലുള്ള തീരുമാനങ്ങളും നടപടികളും ഏത് കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്? ഞാൻ ദീർഘിക്കുന്നില്ല, സമയം വൈകിയതുകൊണ്ട് എനിക്ക് അവസാനമായി ഒന്നേ പറയുവാനുള്ളൂ. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായ ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയും ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയും ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുമായ ഞങ്ങളെ 3 പേരെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്ന സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.